ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഓൾഡ് ദുബായിലെ കാഴ്ചകൾ കാണാനാണ് ഇന്ന് പോകുന്നത്. സമയം വൈകുന്നേരം 4 മണിയായി. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷർഫ് ഡി ജി മെട്രോ സ്റ്റോപ്പിൽ എക്സിറ്റ് 3യിൽ ഇറങ്ങി. നേരെ തൊട്ടടുത്തുള്ള ചായക്കടയിലേക്ക് പോയി ഓരോ ചായ കുടിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴുള്ള ഒരുപാട് എണ്ണക്കടികൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയെ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ദുബായിയുടെ പഴയ കാലത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, അവർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഈവനിങ്ങിൽ നമുക്കിവിടെ വരികയാണെങ്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് പാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ആംബിയൻസ് ഇവിടെ ഉണ്ട്. പണ്ട് കാലത്ത് ഇവരുടെ നിത്യജീവിതത്തിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ കഥകൾ എല്ലാം നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ എത്തിയ സമയം ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഭാഗത്തായിട്ട് ഒരു മസ്ജിദും മസ്ജിദിനോട് ചേർന്ന് തന്നെ ഒരു കായലും സ്ഥിതി ചെയ്യുന്നുണ്ട്. കായലിലൂടെ ബോട്ടിൽ കയറി അപ്പുറത്തേക്ക് പോകാൻ 2 ദർഹമാണ് ഫീസ്. 80 ദർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ നമുക്ക് ഈ കായലിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. ടിക്കറ്റ് എടുത്ത് 10 മിനിറ്റോളം ഞങ്ങൾ കാത്തു നിന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അക്കരയ്ക്ക് പോകാൻ. കായലിലൂടെ പോകുന്ന വലിയ വലിയ ബോട്ടുകളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. വിദേശികളാണ് കൂടുതലും അത് ആസ്വദിക്കുന്നത്. ബോട്ടിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ വീഡിയോ പിടിക്കാനുള്ള പെർമിഷൻ ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളങ്ങനെ ബോട്ടിൽ വന്നിറങ്ങിയത് ഓൾഡ് ബലദിയ സ്ട്രീറ്റിന് മുന്നിലാണ്. ഈ സൂക്കിന് ഒരുപാട് വർഷത്തെ കഥ പറയാനുണ്ട്. സഞ്ചാരികളെ പ്രതീക്ഷിച്ചാണ് ഇതിനുള്ളിലെ മിക്ക കച്ചവടവും. സൂക്കിനുള്ളിൽ കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ചു. അങ്ങനെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ വാട്ടർ മെട്രോ കൂടി കാണാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോ കാണുന്നത്. നാട്ടിലെ വാട്ടർ മെട്രോ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്ത തവണ വാട്ടർ മെട്രോയിൽ കയറണമെന്നാണ് ആഗ്രഹം. അങ്ങ് ദൂരെ കാണുന്ന ബ്രിഡ്ജ് ദുബായിലെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് ആണെന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ വരാനും ഈ കാഴ്ചകൾ കാണാനും മെട്രോ ടിക്കറ്റിന് അപ്പുറത്തേക്ക് മറ്റ് ചിലവുകളൊന്നുമില്ല. ഞങ്ങൾ കുറച്ചു നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ മെട്രോയിൽ കയറി മടങ്ങി.